ഇന്നലെ ട്രാക്കിൽ ഒരു ഹാഫ് മാരത്തോൺ ഓടിയൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ ചെയ്തപ്പോൾ എനിക്ക് മൈൻഡിൽ വന്ന ഒരു ഐഡിയ ആണ്, നമുക്കൊരു ഹാഫ് മാരത്തോൺ ഡിസ്റ്റൻസ് കവർ ചെയ്യാനായിട്ട് യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാന്നുള്ള ഒരു വീഡിയോ. ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് പ്രൈമറിലി വേണ്ടത് ഒരു മൈൻഡ് സെറ്റാണ്. അതായത് നമ്മളെ കൊണ്ട് ഈ ഡിസ്റ്റൻസ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു ഡിസ്റ്റൻസ് ഓടി കംഫർട്ടബിളി ഫിനിഷ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഇടയ്ക്ക് എപ്പോഴെങ്കിലും നമ്മൾ മെൻ്റലി ഡൗൺ ആയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ കണ്ടിന്യൂ ചെയ്ത് ഓടിക്കൊണ്ടിരിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഒരു 10K ഒക്കെ ഓടിയിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസ്റ്റൻസാണ് ഹാഫ് മാരത്തോൺ. കുറച്ച് ട്രെയിനിങ് ഒക്കെ ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഈ ഒരു ഡിസ്റ്റൻസിൽ ഫ്യൂവലിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫ്യൂവലിംഗ് ഇൻ ദ സെൻസ് ഒന്നിയിൽ ഇലക്ട്രോലൈറ്റ് അല്ലെങ്കിൽ വെള്ളം. കാരണം നിങ്ങൾ 21 കിലോമീറ്റർ ആദ്യമായിട്ടൊക്കെ അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ 2 hour പ്ലസ് ആവാൻ ചാൻസ് ഉണ്ട്. അത്യാവശ്യം പേസ് ഉള്ള ഒരാളാണെങ്കിൽ പോലും ഒരു 1 hour 50 റേഞ്ചൊക്കെ ആദ്യത്തെ ഹാഫ് മാരത്തോണിൽ എടുക്കും. കാരണം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരിക്കലും നമുക്ക് ഓൾ ഔട്ട് ആയിട്ട് പോകാൻ പറ്റില്ല. നമ്മൾ കുറച്ച് കൺസർവേറ്റീവ് ആയിട്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ഒരു ഋതുവൊക്കെ വന്നതിന് ശേഷമായിരിക്കും നമ്മൾ ചിലപ്പോൾ സ്പീഡ് പുഷ് ചെയ്യുന്നത്. അല്ല നിങ്ങൾ ഇത്തിരി സ്പീഡിൽ ഓടുന്ന ഒരാളാണെങ്കിലും എന്തായാലും ഒരു 1 hour 30 കൂടുതൽ നിങ്ങൾ ഓടുന്നുണ്ടാവും ആദ്യത്തെ ഹാഫ് മാരത്തോണിൽ. അപ്പോൾ നമ്മൾ പ്രിപ്പയർ ചെയ്യണം, നമുക്ക് ഇത്രയും ഡിസ്റ്റൻസ് കവർ ചെയ്യണം. അപ്പോൾ ആദ്യം ഉള്ള എനർജി എല്ലാം യൂസ് ചെയ്ത് തീർക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ ഓൾ ഔട്ടായിട്ടൊരു 5K ഒക്കെ ഓടുന്ന പോലെ ഓടിക്കഴിഞ്ഞാൽ പിന്നെ ഒരു 10 കിലോമീറ്റർ കഴിഞ്ഞ് നിങ്ങൾക്ക് ഓടാൻ ബുദ്ധിമുട്ടാവും, ക്രാമ്പ് ആവാൻ ചാൻസ് ഉണ്ട്, കാലിനൊക്കെ ഒത്തിരി വെയിറ്റ് തോന്നാം. അപ്പോൾ ആദ്യത്തെ ഒരു 5-6 കിലോമീറ്റർ നിങ്ങൾ വളരെ കെയർഫുള്ളായിട്ട് അത്യാവശ്യം ഇലക്ട്രോലൈറ്റും വെള്ളമൊക്കെ കുടിച്ച് വേണം സ്റ്റാർട്ട്. നമ്മുടെ ബോഡി ഡീഹൈഡ്രേറ്റഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മസിൽ ക്രാമ്പൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. പ്രത്യേകിച്ച് നല്ല ഹ്യൂമിഡിറ്റി ഒക്കെ ഉള്ള ദിവസം, ഇവൻ്റ് ആണെങ്കിൽ പോലും ചില ദിവസമൊക്കെ നല്ല ഹ്യൂമിഡിറ്റി ആയിരിക്കും. ഈ ഹ്യൂമിഡിറ്റി ഉള്ള ദിവസം നമുക്ക് ക്രാമ്പ് ആവാനുള്ള ചാൻസ് അത്രയും. സോ ലോങ് ഓടുമ്പോൾ എൻ്റെ സ്ട്രാറ്റജി ബേസിക്കലി ആദ്യത്തെ 5 കിലോമീറ്റർ വളരെ കാമായിട്ട് തുടങ്ങുക. 5 കിലോമീറ്ററിന് ശേഷം കുറച്ചും കൂടെ ഞാൻ സ്പീഡ് ഇൻറ്റൻസിറ്റിയൊക്കെ പുഷ് ചെയ്യും. അത് കഴിഞ്ഞ് നമ്മൾ നല്ല ടയർഡാവുന്ന പോയിൻ്റ് ഒരു 17 കിലോമീറ്ററാണ്. 17 കിലോമീറ്റർ കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒരു 5Kയും കൂടെ ഓടാനുള്ളൂ. അപ്പോൾ എനിക്ക് മെൻ്റലി ഒന്ന് ചാർജ് ആവാൻ വേണ്ടി ഞാൻ ചെയ്യുന്ന ഒരു ഐഡിയ എന്ന് പറഞ്ഞാൽ റിവേഴ്സായിട്ട് കൗണ്ട് ചെയ്യും. അപ്പോൾ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഡിസ്റ്റൻസ് കുറഞ്ഞ് വരുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഒരു മോട്ടിവേഷൻ ആയിരിക്കും പുഷ് ചെയ്യാൻ അല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്യാനായിട്ട്. മറ്റേ നമ്മൾ ചിലപ്പോൾ ഇനി ഇത്രയും ദൂരം ഉണ്ടല്ലോ എന്നുള്ള ഒരു മൈൻഡിലോട്ട് പോകും. അപ്പോൾ അതെന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്യാറുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് 17 കിലോമീറ്ററിലൊക്കെയാണ് നമ്മളൊരു ഹാഫ് മാരത്തോണിൽ നല്ല ഡൗൺ ആവുന്നത്. ആ സമയത്ത് നമ്മുടെ മൈൻഡിൽ ഇനി 5 കിലോമീറ്ററേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ 5 കിലോമീറ്റർ ടൈം 30 മിനിറ്റ് ആണെങ്കിൽ നമുക്കറിയാം, ഓക്കെ എന്തായാലും 30 മിനിറ്റിനകത്ത് ഫിനിഷ് ചെയ്യാം. ടൈം നോക്കുമ്പോൾ ഉറപ്പായിട്ട് നമ്മൾ അത്യാവശ്യം നന്നായിട്ട് മാനേജ് ചെയ്താണ് ഇത്രയും ദൂരം വന്നതെങ്കിൽ കയ്യിൽ കുറേ ടൈം ഇനി ബാക്കിയുണ്ട്. അപ്പോൾ ആ ഒരു മോട്ടിവേഷൻ നമുക്ക് കുറച്ചും കൂടെ പുഷ് ചെയ്യാം. സമയത്തിൻ്റെ ലിമിറ്റ് ഉള്ളതുകൊണ്ട് എനിക്ക് ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റില്ല. അപ്പോൾ ഇതുപോലെ ടിപ്സ്, അതായത് ഞാൻ പഠിച്ച കുറച്ച് കാര്യങ്ങൾ ലോങ് ഡിസ്റ്റൻസ്, പ്രത്യേകിച്ച് ഹാഫ് മാരത്തോണാണ് ഞാൻ ഓടുന്നത്. അപ്പോൾ ആ ഹാഫ് മാരത്തോൺ ഡിസ്റ്റൻസ് റിലേറ്റഡ് ആയിട്ട് ഇതുപോലത്തെ ടിപ്സൊക്കെ വേണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ വീഡിയോ യൂസ്ഫുൾ ആയിരുന്നു, ഇതുപോലത്തെ വീഡിയോ കണ്ടാൽ കൊള്ളാമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. ഇങ്ങനത്തെ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ വീഡിയോ എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ പഠിച്ച കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷേ അതിന് ഉള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ടോ ഇല്ലയെന്ന് അറിഞ്ഞിട്ട് ഞാൻ അതിൽ ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നിയുണ്ടാണ് ഇപ്പോൾ പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ അതുവരെ ബൈ.